ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, വിനായകൻ്റെ പല പരാമർശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. അതിൽ കൂടുതലും ചർച്ചയാകുന്നത് അയാൾ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ചും യേശുദാസിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടതും ഒക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഈ വിവാദമാകുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങൾ പറയുന്നിടത്ത് ഭാഷ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതിനിപ്പോ നമ്മള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ഭാഷയും ഉപയോഗിക്കേണ്ട രീതികളെ പറ്റിയൊക്കെ ഒരു സംസ്കാരമുള്ള ആർക്കും ചില ധാരണകൾ ഉണ്ടാവുമല്ലോ. അത് എങ്ങനെ വേണം അവരവരാണ് തീരുമാനിക്കുന്നത്. അവന് എന്റെ ശൈലി ഇതാണ്, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. തന്റെ ആ ഒരു ജാതീയമായ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആരെയും എന്തും പറയാം എന്നുള്ളത് ഈ നടക്കുന്നത് ഈ പ്രബുദ്ധ കേരളത്തിലാണ് എന്നുള്ളത് നമ്മളെ പലപ്പോഴും ആശങ്കപ്പെടുത്തുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. ഇതാരെങ്കിലും വിനായകന്റെ നേരെയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു, നമ്മുടെ മാധ്യമങ്ങളിലെ ചർച്ച ഏതൊക്കെ ഒഴിച്ചു പോകുമായിരുന്നു എന്നുകൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഒന്നും വേണ്ട, അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു പരാമർശം, ഒരു വാക്കിനെ ചൊല്ലി ഇന്ന് കേരളം ഇളകി മറിയുകയാണ്. അപ്പോ അതേപോലെ ഈ വിനായകൻ പറഞ്ഞ പോലെ അതേ ഭാഷ അയാളോടായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലല്ലോ, ഒരാളുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. അതും കൂടെ പ്രബുദ്ധ കേരളം ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.